മഴത്തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പുനലൂരിൽ നിന്ന് വന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടുപേരും വീട്ടിലേക്ക് കയറുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് താൻ അറിഞ്ഞ സത്യങ്ങൾ ആരോടും പറയരുതെന്നും രഹസ്യമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലീന അടുക്കളയിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടിട്ട് ഗോവർദ്ധന് ഭയങ്കര സഹതാപവും സങ്കടവും എല്ലാം ഉണ്ട്. അലീന പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഗോവർദ്ധൻ സത്യം അറിഞ്ഞതൊന്നും. അലീന അടുക്കളയിൽ നിന്ന് വരുവാണ്. ഗോവർദ്ധന ഒരു ചായ ചോദിക്കുകയാണ്. ഗോവർദ്ധനൻ അലീന താങ്കൾ പോയ കാര്യങ്ങൾ എന്തൊക്കെയായിന്ന് അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാണ്. അലീന ഗോവർദ്ധനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന ഗോവർദ്ധന് ചായ കൊണ്ടു കൊടുത്തു. ഇവരെല്ലാരും കൂടി സംസാരിക്കുകയാണ്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട് പോയ കാര്യങ്ങൾ എന്തായിന്ന്. ഗോവർദ്ധൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ വെറും ഡ്രൈവറായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ തിരിച്ചു പോവാണ്. ശേഷം മാമച്ചനങ്കിളിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഇവരെല്ലാരും 3 പേരും കൂടി സംസാരിച്ച് തമാശ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അലീന പോയിട്ട് വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവര് രേവതി അവളെ വിളിക്കുകയാണ്. അപ്പോൾ ഇവര് 3 പേരും രേവതി കുട്ടിയോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് രോഹിത്തും മോളിനും താഴേക്ക് ഇറങ്ങി വരേണ്ട രേവതി കുട്ടിയോട് സംസാരിക്കാൻ. അവർ രണ്ടുപേരും തമാശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ശേഷം ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനെ മനു കോള് ചെയ്യാണ്. പോയ കാര്യങ്ങളൊക്കെ എന്തായി, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. പുനലൂർ പോയിരുന്നോ, സ്റ്റാൻലി ജോസഫിനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് മനുവിനോടൊപ്പം. മനു എങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട് വല്യച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ താൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കോള് കട്ട് ചെയ്യാണ്. ശേഷം അലീന ബാലചന്ദ്രൻ ചായ കൊണ്ടു കൊടുക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട് തനിക്ക് പോകാനുള്ള സ്ഥലം കണ്ടുപിടിച്ചോന്ന്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് കണ്ടുപിടിച്ചു, ഒരു വലിയ വീടാണ്. ആ വീട്ടില് ഒരുപാട് ഒരു യജമാനും 2-3 പണിക്കാരും കുറെ നായ്ക്കളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം തന്നെ ആവശ്യം